ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാലടി, അതായത് എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് ചേർന്ന് കാലടി മറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാലടി എസ് മുരളീധരൻ്റെയും പുള്ളിക്കാരൻ്റെ വൈഫ് രാജചേച്ചിയുടെയും വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലൂ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന്. മറ്റൊന്നല്ല, കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിലൊക്കെ വന്നിരുന്നു ദമ്പതികൾ, ഒരു ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്ന ദമ്പതികൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ കളക്ട് ചെയ്ത കുപ്പികളാണ് 6000-ഓളം, അതായത് 2 മാസം കൊണ്ട് 6000-ഓളം കുപ്പികൾ കളക്ട് ചെയ്തിരുന്നു. പ്ലസ് വേറെ കുപ്പികളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മാത്രം എണ്ണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ ഒരു സന്തോഷം തോന്നിയൊരു വാർത്തയായിരുന്നു. കാരണം നടക്കാൻ പോകുമ്പോൾ അതുവഴി ഒരു നന്മ പ്രവൃത്തിയും കൂടി ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാക്കാൻ. പിന്നെ ഇതുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ അത് മറ്റു പല പ്രവർത്തനങ്ങൾക്കും കാഴ്ചവെക്കാൻ വേണ്ടി തന്നെയാണ്. അത് എന്താണെന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നത് മുരളീധരൻ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവരുടെ ചിത്ര വീട് എന്നാണ് ഈ വീടിന് പേരിട്ടിരിക്കുന്നത്. എന്തായാലും ആ വീട്ടിലേക്ക് കയറിയിട്ട് നമുക്ക് ഇപ്പോൾ വീടിൻ്റെ അകത്താണ്, എന്നാലും അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കൂടി ഒന്ന് നിങ്ങൾ കാണേണ്ടതാണ്. അവിടെ നിന്ന് നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാലടി മറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പെട്രോൾ പമ്പിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള വഴിയാണ്. നോക്കി ഇവിടെ നോക്കി ഒരു കൊച്ചു വീട്, നല്ല മനോഹരമായി പെയിൻ്റൊക്കെ ചെയ്ത് അലങ്കരിച്ച് വെച്ചിരുന്നത്. കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ. എന്തായാലും ഈ വീടിനാണ് ഒരു ചിത്ര വീടെന്ന് പേരിട്ടിരിക്കുന്നത്. ഞാൻ മുരളീധരൻ ചേട്ടനും രാജചേച്ചി അവിടെ ഇരിക്കേണ്ടത്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. മുരളീധരൻ ചേട്ടാ നമസ്കാരം. വളരെ സന്തോഷം തോന്നിയിട്ട് ഇങ്ങനത്തെ ഒരു വാർത്ത കണ്ടപ്പോൾ. കാരണം ഒരു മെസ്സേജാണല്ലോ ജനങ്ങൾക്കുള്ള. ഞാൻ കണ്ടത് ചിറ്റിലപ്പള്ളി സാറിൻ്റെ പേജിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ചേട്ടനോട് കൂടി പറയുന്നത്. കാരണം അദ്ദേഹം ഇങ്ങനെ നന്മയുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള പ്രവർത്തികൾ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. വല്ലാത്ത സന്തോഷം, അത്ഭുതം, അഭിമാനം തോന്നി ശരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഫുൾ സപ്പോർട്ടോടുകൂടി പുള്ളി എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യലാണ്. അപ്പോൾ സന്തോഷം തോന്നി. ഞാൻ അങ്ങനെയാണ് ചേട്ടൻ കണ്ടുപിടിച്ച് ഇവിടം വരെ എത്തിയത്. അപ്പോൾ നമ്മുടെ കാണികൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കണേണ്. എങ്ങനെയാണ് ഇങ്ങനൊരു ആശയത്തിലേക്ക് എത്തിയത്? ഇപ്പോൾ എന്തോ ഹൃദയശാസ്ത്രക്രിയ എന്തോ കഴിഞ്ഞ്? അതെ, ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ നടക്കൽ ഞങ്ങളുടെ ശീലമായിരുന്നു. അപ്പം നേരത്തെയൊക്കെ കാലടിയിൽ നിന്ന് തിരിച്ച് ലൈബ്രറിയിൽ നിന്ന് രാത്രി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ റോഡിൽ നിന്ന് ഒരു 10 കുപ്പികൾ വീതം കുപ്പിയുടെ അടപ്പ് മാത്രം പറക്കുമായിരുന്നു. അപ്പോൾ കുപ്പിയുടെ അടപ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ അടപ്പിലാണ് കൂടുതൽ വിഷം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അടപ്പാണ് കൂടുതൽ റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ്. മറ്റേ പ്ലാസ്റ്റിക് ചവിട്ടിയെ താണു പോകാത്തതുകൊണ്ട് മണ്ണിൽ കിടക്കും, കുറേ റിമൂവ് ചെയ്യുക ആളുകൾ. പക്ഷേ കുപ്പിയുടെ അടപ്പ് എന്ത് ചെയ്താൽ ആരും എടുക്കില്ല. അപ്പോൾ അതിങ്ങനെ മണ്ണിൽ പെട്ടെന്ന് താണു സഡൻ ആക്ഷനായിട്ട് നമ്മുടെ ഭൂമിയും വെള്ളവും പെട്ടെന്ന് ഭൂഗർഭജലം അടക്കം മലിനാക്കും. അപ്പോൾ ഒരാശയം തോന്നിയിട്ട് കുറേ കാലമായി. അപ്പോൾ ഞങ്ങൾ 10 അടപ്പ് വീതം അങ്ങനെ എടുത്ത് പോരുമായിരുന്നു. അപ്പോൾ കണക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ 10 കൊല്ലം കൊണ്ട് 40,000 അടപ്പുകൾ ഞങ്ങൾ പറക്കി കൂട്ടിയിട്ടുണ്ട്, കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു സന്തോഷം തോന്നി. പക്ഷേ അതിനിടയ്ക്ക് വീണ്ടും വയ്യാണ്ടായി. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 4-5 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിടപ്പായി. വീണ്ടും ഡോക്ടർ പറഞ്ഞു നടക്കണം, തീർച്ചയായിട്ടും നടന്നേ പറ്റുമെന്ന് പറഞ്ഞ്. രാധയ്ക്കും വയ്യായിരുന്നു. രാധയും ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കാൻ തുടങ്ങി, കാലടിക്ക് നടക്കും. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഈ വർക്ക് റോട്ടിൽ ഇങ്ങനെ വരുന്ന മാലിന്യങ്ങൾ കാണുമ്പോൾ അസ്വസ്ഥത എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ദിവസം പറഞ്ഞു, ഇതിങ്ങനെ അസ്വസ്ഥപ്പെട്ട കാര്യം നമുക്കെന്തെങ്കിലും ചെയ്യാം. ഏതായാലും തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ 3-4 ചെറിയ കിറ്റ് എടുക്കുകയും കിറ്റിൽ കുപ്പികൾ പറക്കിയിട്ട് തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ കളിയാക്കാനൊക്കെ തുടങ്ങി. നിങ്ങളെന്ത് പണിയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ, കുപ്പി പറക്കി ജീവിക്കേണ്ട ഗതികേടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്കതൊരു ആവേശമായി അങ്ങനെ ചോദ്യം. അപ്പോൾ ഞങ്ങൾക്ക് അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കുപ്പി പറക്കി ജീവിക്കാൻ കുറേ ആളുകൾ, അല്ലാത്തവർ കുറേ വൈറ്റ് കോളർ ആളുകൾ എന്ന് പറയുന്ന രീതിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി ആവേശത്തോടെ പറക്കാൻ തുടങ്ങി. അപ്പോൾ വരുമ്പോൾ അത് കുപ്പി വൃത്തിയാക്കിയിട്ട് ഞങ്ങളത് ചാക്കിലാക്കി കണക്കെടുക്കാനൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എണ്ണം കൂടുതലായപ്പോൾ വലിയ സംഭവം, ഒരു ആവേശം കൂടുതലായി. പിന്നെ കൂടുതൽ കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ ഈ 60 ദിവസമായപ്പോഴേക്കും ഒരു 6000 കുപ്പികളും 7,000-ലേറെ കുപ്പിയുടെ അടപ്പുകളും ഞങ്ങൾ ശേഖരിച്ചു. 100-300 മദ്യക്കുപ്പികൾ ശേഖരിച്ചു. അപ്പോൾ കുപ്പികൾ ഇങ്ങനെ ശേഖരിച്ചപ്പോൾ മദ്യക്കുപ്പികൾ കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് കൊടുത്ത കാശൊന്നും കിട്ടില്ല. അപ്പോൾ തോന്നി കുട്ടികളെ കൊണ്ട് പടം വരപ്പിക്കാമെന്ന്. രാധ അതിനകത്ത് വെറുതെ ഒരു കൗതുകം കൊണ്ട് പടങ്ങളൊക്കെ വരച്ചു. അപ്പോൾ ഞങ്ങളൊരു കുപ്പിവര കുസൃതി എന്ന് പറഞ്ഞ ലൈബ്രറിയായിട്ട് സഹകരിച്ച് ഒരു ക്യാമ്പൊക്കെ നടത്തി പിള്ളേരെ കൊണ്ട് പടം വരപ്പിച്ച് അത് കുട്ടികൾക്ക് സമ്മാനമൊക്കെ ആയിക്കോട്ടിപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ നല്ല ഒരു ചെയ്യുന്നൊരു മാതൃകാപരമായ പ്രവൃത്തിയാണ്. സ്വയം തോന്നുകയും ഒരു അഭിമാനമൊക്കെ തോന്നുകയൊക്കെ ചെയ്തതാണ് ശരിക്കും പറഞ്ഞു. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാലടി എസ് മുരളീധരൻ അങ്ങനെയല്ലേ അറിയപ്പെടുന്നത്? അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാൻ എളുപ്പത്തിന് ഞാൻ മുരളീധരൻ. അപ്പോൾ എന്താണ് ഇവരിത് പറക്കാൻ തുടങ്ങിയപ്പോൾ സാറ് പറഞ്ഞ കേട്ടല്ലോ കുറച്ച് മുമ്പ്, ആൾക്കാർ കളിയാക്കുക. അതിപ്പോൾ എന്താ പറയുക, ഒരു നമ്മൾ എന്തെങ്കിലും ഒരു
എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ പോയാൽ ഞാനൊരാൾ നന്നാക്കാൻ നോക്കിയിട്ട് ഈ നാട് നന്നാവില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരാളെ കൊണ്ട് ഒരു 10 പേരെ ഒന്ന് മൈൻഡ് മാറ്റാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ വിജയം. അല്ലാണ്ട് നമ്മുടെ മക്കളോട് പോലും പറഞ്ഞു കൊടുക്കരുത്, പലരും പ്രതികരിക്കരുത് അല്ലെങ്കിൽ അത് ചെയ്യരുത്, നമ്മൾ ഇതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ ചെയ്തു വന്നപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഒരു 8 ഗുണങ്ങൾ, ഒരു 8 ഗുണമുള്ളതായിട്ടാണ് ഞങ്ങൾ ബോധ്യപ്പെട്ടത്. കാരണം ഈ കുപ്പിയുടെ അടപ്പ് നിസ്സാരമല്ല. ഈ കുപ്പിയുടെ അടഞ്ഞ് എടുക്കട്ടെ കേട്ടോ. ഈ കുപ്പിയുടെ അടപ്പാണല്ലോ നമ്മൾ പറക്കിയെടുക്കാൻ പോയത്. ഞാൻ പറഞ്ഞു ഈ കുപ്പിയുടെ അടപ്പ് ഏറ്റവും മോശമാണെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ആ അടപ്പ് ചെറുതായതുകൊണ്ട് വലിച്ചെറിയ ആളുകൾ നമ്മൾ കാണുകയില്ല. ഇത് ഭൂമിയിലേക്ക് ഒഴുകിയിട്ട് വെള്ളത്തിലൂടെ ഒഴുകിയിട്ട് കടലിലും മത്സ്യങ്ങളും വെട്ടി വിഴുങ്ങുന്ന, കളറ് കാണുമ്പോൾ വെട്ടി വിഴുങ്ങുന്ന ജീവികൾ ഇത് വെട്ടി വിഴുങ്ങാൻ തുടങ്ങി. അപ്പോൾ അതുമൊക്കെ നമ്മൾ ലക്ഷക്കണക്കിന് ജീവികളെ നശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഈ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ അതെ, പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. അപ്പോൾ അത് കൂടാതെ രണ്ടാമത് ഇത് ഞങ്ങൾ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ അത്രയും പുതിയ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പാദനം കുറയുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അത് ഒരു ഗുണകരമായ കാര്യമായി. രണ്ടാമത്തെ ഗുണം അതാണ്. മൂന്നാമത് ഇതിൻ്റെ ചെറിയ സാമ്പത്തിക ലാഭം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളത് വായനശാലയ്ക്ക് പുസ്തകങ്ങൾ മേടിക്കുക. നേരത്തെ മക്കളുടെ പഠനാവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന പോക്കറ്റ് മണിയായിട്ട് കൊടുക്കുമായിരുന്നു, അവരും കൂടി സഹകരിക്കുമായിരുന്നു. ഇപ്പോൾ അത് ഞങ്ങൾ വായനശാലയ്ക്ക് ശാസ്ത്ര പുസ്തകങ്ങളുടെ കോർണർ തുടങ്ങാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അതൊരു നല്ല കാര്യം, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. അഞ്ചാമത് ഇത് കുനിഞ്ഞ് നിവർന്ന് വേണമല്ലോ ഈ കുപ്പി എടുക്കാനായിട്ട്, മണ്ണിൽ തൊടാതെ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങളുടെ സ്റ്റൊമക്ക്, വയറ്, ഹൃദയം, ശ്വാസകോശം ഇതിനൊക്കെ നല്ല വ്യായാമമാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ കുനിഞ്ഞ് നിവരുന്ന 1000 പ്രാവശ്യം കുനിഞ്ഞ് നിവരുന്നേക്കാളും എത്രയോ നല്ലൊരു പ്രവൃത്തിയാണ്. സൽപ്രവൃത്തി ചെയ്ത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക. തലയിൽ രക്തം ഇരച്ചേറും, അതുപോലെ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബുദ്ധി വർദ്ധിക്കുന്നൊക്കെ സ്വയം അങ്ങ് വിചാരിക്കുകയാണ്. ശരിക്കും തീർച്ചയായിട്ടും അത്തരത്തിൽ നല്ലൊരു വ്യായാമം, നല്ല എക്സസൈസിൻ്റെ ഒരു വ്യായാമത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് അതങ്ങനെ കിട്ടും. പിന്നെ ഇതിനകത്ത് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കും വഴിയിൽ വെച്ചിട്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യണേ, നിങ്ങൾ പതിവില്ലല്ലോ ഇങ്ങനെ 2 പേര് ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഇത്തരത്തിൽ ചില പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ചില കാര്യങ്ങൾ അവരോട് പറയും. അങ്ങനെ ഞങ്ങളുടെ പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ ദിവസവും കുട്ടികളോടും മുതിർന്നവരോടും ഞങ്ങൾ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഇത് കുപ്പി കരുതി, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും പോക്കറ്റിൽ നിന്ന് കുപ്പിയെടുത്ത് മറ്റോട് പറയുമ്പോൾ അതൊരു വലിയ സന്ദേശ പ്രചാരണമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ്, അതിനൊരു ടൂളായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് മാറുകയാണ്. മറ്റൊന്ന് ഇതിനകത്ത് നോക്കിയപ്പോൾ ഈ എന്താ പറയുക, പ്രതികരണശേഷി, ഇങ്ങനെ മണ്ണിൽ കിടക്കുന്ന സാധനങ്ങൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഇങ്ങനെ തെറ്റ് കാണുമ്പോൾ നമുക്ക് ഒരു തോന്നുകയാണ്, ശരിയല്ലല്ലോ എന്ന് എപ്പോഴും തോന്നുകയും നമ്മൾ മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മുടെ പ്രതികരണശേഷി വർദ്ധിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പള്ളിയിൽ പോകുന്നവർ, അമ്പലങ്ങളിൽ, ദേവാലയങ്ങളിൽ പോകുന്നവർ, പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർ, ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവരിത് ഒക്കെ ഒരു സന്ദേശമാണ്. ഈ കുപ്പി പറക്കി ജീവിക്കുന്ന പാവപ്പെട്ടവർക്കല്ല മാത്രമല്ല, ഈ നാട് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെയല്ലേ നമ്മൾ പറയാം. പിന്നെ ശങ്കരാചാര്യർ ജനിച്ച വിശുദ്ധ നാടാണിത്. അപ്പോൾ ഈ നാട് വിശുദ്ധമാക്കി സൂക്ഷിക്കേണ്ടത്, ദൈവത്തിൻ്റെ നാട് വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത്തരം ചില കാര്യങ്ങൾ ഓരോ മനുഷ്യനും ചെയ്യേണ്ടതുണ്ട്. അവരുടെ ജോലിയുടെ കൂടെ ചെയ്താൽ മാത്രമാണ് ഇത് നടക്കുകയുള്ളൂ. അത് എൻ്റെ ജോലി അല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അല്ല, കുട്ടികളും മുതിർന്നവരും അടക്കം എല്ലാവരും അത്ര ഒരു ജോലി ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ ഒരു തൊഴിൽ മഹത്വം ഇതിനകത്തുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. 8ാമത്തെ ഗുണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതുമൂലം ലഭിക്കുന്ന, ഇപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു സന്തോഷമില്ലേ എൻ്റെ മുഖത്ത് കാണുന്ന, അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുമ്പോൾ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു പ്രവൃത്തി നടത്തുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷം, നമ്മൾ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിൽ തന്നെ ഇതൊരു വലിയ മഹത്വമുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അത് പിന്നെ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ സന്തോഷം, സാമ്പത്തികം കൈ കിട്ടുമ്പോൾ സന്തോഷം, പുസ്തകങ്ങൾ മേടിക്കുമ്പോൾ ലൈബ്രറിയിൽ നിന്ന് മെച്ചപ്പെടുമ്പോൾ അതിൻ്റെ സന്തോഷം, ആളുകളോട് പറയുമ്പോൾ സന്തോഷം, അങ്ങനെ മൊത്തം ഓഷോ പറഞ്ഞ പോലെ ആനന്ദത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സത്യം ജീവിതത്തിലൂടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് 2 പേർക്ക് കൊണ്ട് പറ്റുന്നുണ്ട്. ഇത് ഞങ്ങൾ നടക്കുമ്പോൾ വഴിയിൽ ഒരുപാട് സുഹൃത്തുക്കളെ കാണുന്നു. അങ്ങനെ അതിൻ്റെ കൂടെ കിട്ടുന്ന കുറേ നന്മകളുണ്ട്. എല്ലാ ദിവസവും വ്യത്യസ്തരായ ആളുകൾ വേറെ റൂട്ടിൽ പോകുമ്പോൾ പരിചയക്കാരെ കണ്ട് പരിചയം പുതുക്കാനുള്ള അവസരം, ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞ്
പറയാൻ പറ്റുന്നൊരവസരം. ഭാര്യയും ഭർത്താവ് ഇത്രയധികം സമയം ഒരുമിച്ചുണ്ടാവുന്നത് പോലും ചുരുക്കമാണ്. ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വർത്തമാനങ്ങൾ പറയാൻ, കുടുംബകാര്യങ്ങളും മറ്റു കാര്യങ്ങളും നാട്ടുവിശേഷമൊക്കെ പറയാനൊക്കെ നല്ല അവസരം. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ആനന്ദം. വാഴണം സുഖം എന്ന് ശ്രീനാരായണ ഗുരു ദൈവദേശത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവനവൻ ആത്മസുഖത്തിനെ ആചരിക്കുന്നവ അപരൻ്റെ സുഹൃത്തിനായി വരണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ചെറിയ കാര്യം കൊണ്ട്, ഈ കുപ്പിയുടെ അടപ്പ് കൊണ്ട് ഇത് കഴിയുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിട്ട് മാറും. ചേച്ചിക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇങ്ങനെ ഒരു ആശയമായിട്ട് ഇങ്ങനെ വന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ച്, അപ്പോൾ എന്താണ് ഇതുവരെയുള്ളൊരു ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്തൊക്കെ ആൾക്കാർ കളിയാക്കിയ ഒരു കാര്യം പറഞ്ഞു, അതുപോലെ അതിൻ്റെ ഗുണങ്ങളും അല്ലേ ദോഷങ്ങളും പറയണവരെ എന്തൊക്കെയാണ് അനുഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് മനസ്സിലായത്? രാവിലെ ഞങ്ങൾ ഒരു 5:30 ആകുമ്പോഴേക്ക് ഇവിടുന്ന് നടക്കാനിറങ്ങും. അപ്പോൾ ആദ്യമൊക്കെ പോകുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടും പറഞ്ഞിട്ടും ഇത് ദോഷമാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ടല്ലോ, ഇതൊന്ന് എങ്ങനെ ഇത് നിർത്താൻ പറ്റുക? സാധാരണക്കാർക്കും ഇത് ദോഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. കുപ്പികളാണെങ്കിൽ പോലും ഇപ്പോൾ ആളുകൾ വെള്ളം കുടിച്ചിട്ട് കുപ്പിയുടെ അടപ്പ് വേറെ കുപ്പി വേറെ ആയിട്ട് വലിച്ചെറിയണം. അപ്പോൾ ഈ സാധനം ഇങ്ങനെ കമന്നെടുക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ കിടക്കുക, ഇങ്ങനെയല്ല ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ കുപ്പിയുടെ അടപ്പ് ശേഖരിക്കാൻ ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. അത് കുപ്പി ഇങ്ങനെ പറക്കിയെടുക്കാൻ നടക്കുമ്പോൾ ഇങ്ങനെ കുമ്പിട്ട് നിവർന്ന് ഇങ്ങനെ നടക്കണേ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കണേ ഇല്ല, ഈ കുപ്പികൾ അടപ്പ് ഇങ്ങനെ അത് മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. അപ്പോൾ പിന്നെ കുപ്പികൾ അതുപോലെ കുമ്പാരമായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് റോഡ് സൈഡിൽ. അപ്പോൾ അതും കൂടി പറിക്കാലോ എന്താണെന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ സഞ്ചിയായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ തുടക്കത്തിലൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു. ആൾക്കാർ എന്തിട്ട് നിങ്ങൾ ഈ കുപ്പി പറിക്കൊണ്ട് കിടക്കണം, നിങ്ങൾക്കിത് പറക്കിയിട്ട് വേണോ ജീവിക്കാനൊക്കെ ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ പക്ഷെ അത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ചെയ്യുന്നതൊരു നന്മയാണല്ലോ, നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല, അത് പ്ലാസ്റ്റിക് ഭൂമിയിൽ നിന്ന് മാറ്റണ ഒരു പ്രക്രിയ ആയതുകൊണ്ട് വളരെ ഇപ്പൊ ഒരു ദിവസം ഒരു 10 പേർക്ക് ചേട്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആളുകൾ അത് അവർക്കുടെ മനസ്സിലത് തട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുപ്പികൾ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അവർ കുപ്പി പറക്കുമായിരിക്കും, അത് നമുക്കറിയില്ല. നമ്മൾ അവർക്കൊരു സന്ദേശം അവരുടെ കയ്യിലെത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുപ്പി പറക്കാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ ആളുകൾ ഇത് കുപ്പി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറക്കി തരികയാണ്. നമുക്ക് കൂടെ നിന്ന് നമ്മുടെ സഹായിക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്, അവരത് ദോഷമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ള രീതിയിലാണല്ലോ ഇപ്പോൾ ആളുകളെല്ലാവരും. നമ്മളെവിടെ പറക്കാൻ പോയാലും അവർ സൂക്ഷിച്ച് വയ്ക്കും, നമുക്ക് കുപ്പി കൊണ്ടുവന്ന് ഇങ്ങനെ തരും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിന്ന് അവർ പറക്കി തരും. അപ്പോൾ അങ്ങനെ ഒരു നന്മ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ പറയാം, നമ്മൾ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റൊരു കാലടി പ്രദേശത്താണ് ഈ നടക്കാൻ പോകുന്നത്. ഒരു ദിവസം പോകുമ്പോൾ 3-4 കിറ്റ് പ്ലാസ്റ്റിക് നമ്മൾ ഇന്ന് മാത്രം കളക്ട് ചെയ്തതാണ്, ഇന്ന് മാത്രം കിട്ടിയതാണ്, രാവിലെ കിട്ടിയതാണ്. ഇന്ന് മാത്രം നമ്മൾ ഓരോ ദിവസവും പിന്നെ ആളുകൾ പിന്നെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് തീർത്തില്ലാണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് ഇത് ചെയ്യുന്നതിന് സന്തോഷം അപ്പോഴാണ് വരിക. ഷോർട്ടാക്കി പറഞ്ഞാലേ എന്താണ് പറഞ്ഞ, ഇപ്പൊ ഒരു കലാകാരനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിറക്കിയില്ലെങ്കിലും കുപ്പി വഴിയിലൊന്നും ഇടാതിരിക്കാൻ ശ്രമിക്കും. അതെങ്കിലും ജനറേഷനെങ്കിലും നമ്മുടെ ഇതൊക്കെ ഒന്ന് മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മഴ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുപ്പിയില ഇങ്ങനെ കിടക്കുമ്പോൾ കുപ്പി അടപ്പ് വെള്ളം കെട്ടിക്കിടന്ന കൊതുക്, ഇത് നമ്മളിപ്പോൾ എത്ര ശുചീകരണം നടത്തിയാലും ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കാം. കുപ്പികളിലും വെള്ളം കെട്ടി കൊതുകുകളുടെ ശല്യം ഇങ്ങനെ പെരുകാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഇവിടുന്ന് മാറ്റാണ്ട് ഈ കൊതുകിൻ്റെ ശല്യം നമുക്ക് കുറയ്ക്കാനേ പറ്റില്ല. അതേപോലെ ഇഷ്ടംപോലെ പാത്രങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കേണ്ടതൊക്കെ മറിച്ചിട്ട് കളയും. പിന്നെ ഈ കുപ്പി ഇങ്ങനെ എന്താ പറയാ പിന്നെ അതുപോലെ തന്നെ ഈ മദ്യക്കുപ്പികൾ ആളുകൾ കവറിലാക്കിയിട്ട് ഈ ഇങ്ങനെ റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ട് ചിലർ പൊട്ടി കിടക്കാണ്. നമ്മൾ സാധാരണ ഈ സൈഡിലൊക്കെ ചിലത് പൊട്ടി, അത് ഭയങ്കര ശല്യമാണല്ലോ. നമ്മൾ പറയാണ്ടൊക്കെ ചവിട്ടിപ്പോയ പിള്ളേരൊക്കെ ഇങ്ങനെ പോണ സമയത്ത് ചില്ല് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുപ്പികൾ ഞങ്ങളിപ്പോൾ കുറേ
കാലമായിട്ട് ഞങ്ങൾ പറക്കണതുകൊണ്ടാന്ന് അറിയില്ല, ചില ആൾക്കാർ സഞ്ചിയിലാക്കിയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇപ്പൊ പല സ്ഥലത്തും നമ്മളുടെ ഏരിയയിൽ, സോറി ഇടയിൽ കയറി, പല സ്ഥലത്തും നമ്മളുടെ ഏരിയയിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ടിങ് ബൂത്ത് എന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ ചില്ലുകുപ്പി എടുക്കണില്ല. ഞാൻ പറഞ്ഞ ജനങ്ങൾക്ക് ഇപ്പോൾ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞല്ല, ഇത് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞങ്ങളൊരു ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോൾ. അതിനുള്ളൊരു മാർഗവും കൂടി എല്ലാ ഏരിയയിലും ഓരോ ജംഗ്ഷനിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. കാരണം അത് ചെയ്തതിന് ഇച്ചിരി വ്യത്യാസം വന്നേക്കാം. അപ്പൊ അത് അതിനുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ ചേട്ടാ ചേച്ചി രണ്ടുപേരോടും കൂടിയാണ് ഇതിന് മുന്നത്തെ ഒരു ലൈഫൊക്കെ ഒന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട് എനിക്കും കാണികൾക്കും. ഒന്ന് ഷോർട്ടാക്കി എന്തായിരുന്നു ഇപ്പൊ എത്ര നാളായി ലൈബ്രറിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി? ഞാനൊരു 45 വർഷത്തോളമായി. രാധ കല്യാണം കഴിച്ച് വന്നിട്ട് 28 വർഷമായി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പിന്നെ അവിടെ കുറച്ച് അവാർഡ് ഇരിക്കണൊക്കെ കണ്ടായിരുന്നു. ഞങ്ങൾക്ക് വായനശാല പ്രവർത്തന രീതിയിൽ ജില്ലാ തലത്തിലുള്ള പുരസ്കാരം, സ്റ്റേറ്റ് തലത്തിൽ പുരസ്കാരം കിട്ടുന്നുണ്ട്. ജില്ലാ തലത്തിൽ വായനശാല പ്രവർത്തകർക്കുള്ള ഒരു അംഗീകാരം കിട്ടുന്ന ഒരു ദമ്പതികൾ ചരിത്രത്തിൽ ആദ്യമായിരിക്കും കേരളത്തിന്റെ. തീർച്ചയായിട്ടും ആദ്യമായിട്ടായിരിക്കും. കാരണം ഒരേപോലെ രണ്ടുപേര് പ്രവർത്തിക്കൽ വളരെ ചുരുക്കമാണ് ഇത്തരം കാര്യം. അപ്പം ഞങ്ങളത് ഈ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നിസ്സാരമല്ലല്ലോ. സഹനാവധു എന്ന് പറയുന്ന പോലെ അപ്പം അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സന്തോഷം നമ്മൾ അനുഭവിക്കും. അപ്പം എല്ലാം വായനശാല കാര്യങ്ങൾക്ക് ഇപ്പം ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരേ ഫീൽഡിൽ ജോലിയും കിട്ടി. ഞങ്ങളിപ്പോൾ വായനശാല കാലടിയിലെ SNDP ലൈബ്രറിയുടെ പ്രവർത്തനത്തിൽ ബുധസംഗമം എന്നൊരു കൂട്ടായ്മ ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ 16 വർഷമായിട്ട് എല്ലാ ബുധനാഴ്ചകളിലും നടക്കുന്ന ഒരു വ്യത്യസ്തമായ കൂട്ടായ്മയാണ്. അത് സാംസ്കാരികമായിട്ട് ഇങ്ങനെ ചർച്ചകളാണ്, പൊതുവിഷയങ്ങളിൽ വരുന്ന ചർച്ച, പുസ്തക ചർച്ചയൊക്കെ ചേർത്തിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തൊരു വ്യത്യസ്തമായ പരിപാടി എന്ന് പറഞ്ഞാൽ 105 ദിവസങ്ങൾ തുടർച്ചയായിട്ട് വീടുകളിൽ വീട്ടുമുറ്റ വായനാ സദസ്സുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു. അതിൽ SNDP ലൈബ്രറിയുടെ ഭാഗമായിട്ട് 105 വീടുകളിൽ ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീടുകളിലേക്ക് ഇങ്ങനെ പുസ്തകങ്ങളുടെ വ്യത്യസ്തമായ പുസ്തകങ്ങളുടെ ഒരു പുതിയ ഗസ്റ്റിനെ കണ്ടെത്തണം. 105 പുതിയ ആളുകളാണ് ആ പുസ്തകങ്ങൾ അവതരിപ്പിച്ചത്. 105 വ്യത്യസ്തമായ പുസ്തകങ്ങൾ. അത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങളുടെ ഒരു സമാഹാരം ഒക്കെ വ്യത്യസ്തമായ ഒരു രീതിയിൽ വല്ലാത്തൊരു ആഹ്ലാദം പകർന്നൊരു അനുഭവമായിരുന്നു ആ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതങ്ങനെ വായനശാലയിൽ വ്യത്യസ്തമായ പരിപാടികൾ നടക്കുന്നുണ്ട്. 75 ദിവസം തുടർച്ചയായി സെമിനാറുകളൊക്കെ ഞങ്ങളുടെ വായനശാലയിൽ നടന്നിട്ടുണ്ട്. അതൊന്നും കേരളത്തിലൊരു വായനശാലയിൽ നടക്കാത്ത കാര്യങ്ങളാണ്. 52,000-ഓളം പുസ്തകങ്ങൾ അവിടെയുണ്ട്. ഇവിടെ ഞങ്ങൾ ചിത്രവീട്, സാധാരണ വരയിൽ വീട് എന്നാണ് ഞങ്ങളുടെ ശരിയായ വീട്ടുപേര്. അപ്പോൾ ഞങ്ങൾ മകൻ്റെ കൂട്ടുകാർ കൂടി ചേർന്ന് വീട് മുഴുവൻ ചിത്രങ്ങൾ വരച്ച് അതൊരു ചിത്രവീടാക്കി മാറ്റുകയാണ്. 2 പേര്. മൂത്തയാൾ അമ്പാടിക്കണ്ണൻ, അവൻ പെയിൻറ്റിങ്ങിൻ്റെ ഫ്രീലാൻസ് ആയിട്ട് പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നു. ഇളവൻ ആരോമലുണ്ണി നാടകം പഠിക്കുന്നു. അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ തവണ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വർക്കുകൾ, അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും പ്രോത്സാഹനം തരുന്നുണ്ട്. വീട്ടും ഇങ്ങനെയാണ്. അത്തരത്തിൽ സന്തോഷകരമായ ഒരു അനുഭവമാണ്. രാവിലെ രണ്ടുപേരും കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരുമിച്ച് പോയിട്ട് ഏറ്റവും വലിയ ഭാഗ്യം, പല വീടുകളിലും ഇല്ലാത്ത സംഭവമാണ്. ഞങ്ങൾ രാവിലെ പോയിട്ട് തട്ടുകടയിൽ നിന്ന് ഒരു ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ രാത്രി തിരിച്ചു വരുമ്പോൾ തട്ടുകടയിൽ നിന്ന് 2 ദോശ കഴിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം ഇങ്ങനെ വരുന്നു. എല്ലാ കാര്യത്തിലും ചെറുപ്പത്തില് ലൈബ്രറിയിൽ വലുതായി പിന്നെയുള്ള അവരുടെ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം, എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ള തന്നെ ഒരു വലിയൊരു നന്മയായിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട് ശരിക്കും പറഞ്ഞു. ഇതാണ് വീടിൻ്റെ മേളിൽ ഇവിടെ ഒരു മഴ തന്നെ ടർപ്പായി ഇട്ടുകൊണ്ടാണ് മേളിൽ പ്രേം നസീറിന് യേശുദാസ് ചേട്ടൻ്റെയൊക്കെ പടം വരച്ചിട്ടുണ്ട്. അടിപൊളിയുണ്ട്. വേറെ ഓപ്ഷനില്ല ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കാണിച്ചു തരുന്നത്. എല്ലായിടത്തും ചിത്രരചന കുറേ ഉണ്ട്. അത് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. അതെന്തായാലും മറ്റൊരു അവസരത്തിലാവട്ടെ അല്ലേ. ഇന്ന് ഈ കണ്ടന്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം നമുക്കറിയാനുള്ളത്, ഇപ്പോൾ ഇതിനിടയിൽ വേറെയും കുറേ കലാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ വീടിനെ നോക്കിയാൽ തന്നെ കാണാം. അപ്പോൾ എന്തൊക്കെയാണ് ബാക്കി ഒഴിവ് സമയം കിട്ടാറില്ലെന്ന് എന്നോട് പറഞ്ഞു. എന്നാലും അല്ലെങ്കിൽ ആ ലൈബ്രറിയിൽ ഇരുന്ന് കൊണ്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ വീട്ടിലൊരു ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോഴാണെങ്കിലും പിന്നെ കൊറോണ ടൈമിൽ വേറെ എന്തൊക്കെ ചെയ്ത് ഞാൻ കേട്ടത്. അപ്പോൾ എന്താണ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് വിശദീകരിക്കാമോ? പൊതുവേ ഞങ്ങൾ വായന വളർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിട്ട് കാണുന്നത്. ഞാൻ 45 വർഷമായിട്ട് ലൈബ്രറിയനാണെന്ന് പറഞ്ഞല്ലോ. അത് വെറുതെ ഒരു ലൈബ്രറിയാണ്. ഇതെല്ലാം വായനയോടുള്ള വല്ലാത്ത ഇഷ്ടം കൊണ്ട് പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ വായിക്കാനുള്ള താല്പര്യം കാണിക്കുന്നു. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ പുസ്തകം, ആടുജീവിതമൊക്കെ പല പ്രാവശ്യം വായിക്കുകയും മറ്റുള്ളവരെ വായിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ കുറേ പ്രവർത്തനം നടത്തുന്ന കൂട്ടത്തിലാണ് ഇത്തരം ചില കാര്യങ്ങൾ വേറിട്ട് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാകുന്നത്.
കോവിഡ് കാലത്ത് ഞങ്ങൾ പുസ്തകങ്ങൾ വീടുകളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെയും എല്ലാ പ്രിക്കോഷനും എടുക്കുകയും വീടുകളിൽ ഇരിക്കുന്നവർക്ക് അടച്ചുപൂട്ടിയിരിക്കുന്നവർക്ക് പുസ്തകങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവരെ വായിപ്പി. ഇപ്പോഴും ഞങ്ങൾ രോഗികളായും വൃദ്ധരായ ആളുകൾക്ക് വീടുകളിൽ പുസ്തകം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് കുറേ പുസ്തകങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ കൊടുക്കും. അവർ വായിച്ച് കഴിയുമ്പോൾ ആഴ്ച തോറും ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും പുസ്തകം എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു പ്രവൃത്തി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ചെയ്യണ്ടെന്ന് പറഞ്ഞൂടാ, സോറി, ഇത് നല്ലൊരു കാര്യമുണ്ട്, പലയിടത്തും ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അതെ അതെ, വെറുതെ വീട്ടിലിരിക്കണവർക്ക് അല്ലേ ആ പുസ്തകങ്ങൾ വായനശാലയിൽ നിന്ന് എത്തിച്ച് അവിടെ എത്തിച്ചു കൊടുക്കുന്നു. പിന്നെ അതെ അതെ, കൂടാതെ പിന്നെ വീട്ടിൽ ജോലികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെടികൾ നടുന്നതും ഒക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ഔഷധ സസ്യങ്ങളുടെ ഒരു ഉദ്യാനമാക്കി ഇത് മാറ്റണം. നിങ്ങൾക്ക് അധികം വൈകാതെ അതിനുള്ള വർക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഇതൊരു നല്ല ഔഷധ സസ്യ ഉദ്യാനമായിട്ട് മാറുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും. അങ്ങനെ ചില സാധനങ്ങൾ, പിന്നെ വീട്ടിൽ പടങ്ങൾ വരയ്ക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ വായനയുടെ ക്ലാസ് എടുക്കും. ഒറിഗാമി, ഈ പേപ്പർ മടക്കിയിട്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്നത് ഞാനൊരു വിദഗ്ധനാണ്. അപ്പോൾ അതുകൊണ്ട് ഒറിഗാമി ജാപ്പനീസ് പേപ്പർ മടക്ക് കലയാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് വ്യത്യസ്തമായ രൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ ഒരുമിച്ച് പോയി എടുക്കാറുണ്ട്. സ്കൂളുകളിൽ ഇപ്പോൾ ബുക്ക് എക്സിബിഷനുകൾ നടത്തിയിട്ട് പുസ്തകങ്ങൾ വിൽക്കുകയും കുട്ടികൾക്ക് വായന പ്രോത്സാഹന പരിപാടികൾ ചെയ്യാറുണ്ട്. ബുക്ക് ബൈൻഡിങ്ങിൽ ഞങ്ങൾ വളരെ കുറേ വർക്ക് ചെയ്യുന്നവരാണ് രണ്ടുപേരും. ബുക്ക് ബൈൻഡ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആയിരക്കണക്കിന് ബുക്കുകൾ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ വായനശാലകളുടെ പുസ്തകങ്ങൾ, തൊട്ടടുത്ത പ്രദേശങ്ങളിലെ വായനശാലകളുടെ പുസ്തകങ്ങളൊക്കെ ബൈൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക് ഞങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചന. അതെ അതെ, അവൻ ഞാൻ ചെറുതായിട്ട് ഞങ്ങളങ്ങനെ അറിഞ്ഞില്ലായിരുന്നു അത്രയും അവൻ സ്വന്തം. ഞങ്ങൾ എൻ്റെ ഒരു വെച്ചാൽ ഞാൻ 1-2 ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീമൂലധരം പൊന്നൻ എൻ്റെ ഒരു സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ച് അതിപ്പോൾ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഡബ്ബിംഗ് വർക്കുകൾ നടക്കുകയാണ്. പിന്നെ വേറെ കലേഷ് എന്ന് പറഞ്ഞിട്ട് കലേഷ് ഒരു സിനിമ പിടിച്ചിട്ടുണ്ട്. അതും അധികം വൈകാതെ കലേഷ് നേത്ര പിടിച്ച സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു റിട്ടയർ അധ്യാപകൻ്റെ ഒരു സ്വപ്ന ലോകത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്ന സിനിമയാണ്. അതധികം വൈകാതെ റിലീസാവുകയും ചെയ്യും. അങ്ങനെ കുറേ സിനിമകൾ ഇടയ്ക്ക് അത് അങ്ങനെയും ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പാട്ട് പാടും, പാട്ടും പാടും ഇടയ്ക്ക്. അപ്പോൾ അതും ലൈബ്രറിയിൽ, ഞങ്ങളുടെ ലൈബ്രറിയിൽ പാട്ടുകൂട്ടമുണ്ട്, സംഗീതമയ ജീവിതം പാട്ടുകൂട്ടും. എല്ലാ തിങ്കളാഴ്ചകളിലും പാട്ട് പാടുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പാട്ടും പാടും അതിനിടയ്ക്ക്. അങ്ങനെ ഏതെല്ലാം ഇതിലൊക്കെ സന്തോഷം ഉണ്ടാക്കാം അതൊക്കെ തന്നെ ചെയ്യുന്നു. ഞങ്ങൾ വായനശാല 8-10 പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആ പുസ്തകം പ്രസിദ്ധീകരണത്തിൽ ഞങ്ങൾ അതിന് വർക്കിൻ്റെ കൂടെ നിന്നിട്ട് അതിനൊരു വർക്കുകളുടെ പ്രൂഫ് റീഡിങ് തുടങ്ങി അത്തരം ജോലികളും അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. രാധ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച ആകാശവാണിക്ക് സ്നേഹപൂർവ്വം ആ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനും പുസ്തകം ആകാശവാണിയിൽ സുഭാഷിതം ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അതൊക്കെ ഒന്ന് ശേഖരിച്ച് പുസ്തകമാക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ എഴുത്തിൻ്റെ ലോകത്തും ചെറുതായിട്ട് കൈവച്ചിട്ടുണ്ടെന്ന് പറയുക. അല്ല, ജീവിതം ഇങ്ങനെ സന്തോഷകരമായി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ വരുന്ന സാധനം വാഴണം സുഖം എന്ന് ഗുരു പറയുന്നു. വെറുതെ നമ്മളത് ഇപ്പോൾ കേട്ടുകൊണ്ട് പോയാൽ പോരല്ലോ. അപ്പോൾ അത് ജീവിതത്തിൽ എങ്ങനെയാണ് പകർത്താൻ കഴിയുക എന്നുള്ളത്, അതിന് പരലോകത്ത് ചെന്നിട്ടൊരു സുഖം കിട്ടുന്ന ചിന്തയല്ല നമുക്കുള്ളത്. അതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഇപ്പോൾ സന്തോഷത്തോടുകൂടി അനുഭവിക്കാൻ നല്ല സൗഹൃദം. ഞാൻ കൂട്ടുകാരോട് തമാശ പറയാറുണ്ട്, എനിക്ക് ഇവിടെ ഞാൻ എന്ത് കാണിച്ച അതിന്റെ പ്രതിഫലം അവിടെ കിട്ടിയാൽ മതി, എനിക്ക് വേണ്ടി ഇവിടെ ചെയ്യണ്ട ഞാൻ പോയിട്ട്. ഇവിടെ കൂട്ടുകാരായ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ ബുധസംഘം എന്ന് പറഞ്ഞാൽ പുതിയ വർക്കുകൾ ലൈബ്രറി ആയിട്ടും ബുധസംഘമായിട്ടൊക്കെ നടത്തുമ്പോൾ ഒരുപാട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയാണ്. ഇന്നലെ ഞങ്ങളുടെ വായനശാലയിൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ വന്നിരുന്നു. 15ഓളം വൈസ് ചാൻസലർമാർ വന്ന ഒരു ലൈബ്രറിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത്രയും പ്രസിദ്ധമായൊരു ലൈബ്രറി. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും സന്തോഷകരം ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആത്യന്തികമായൊരു ലക്ഷ്യം. അതാണ്. എന്തായാലും രണ്ടുപേരോടും വളരെ സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം ഇനിയും ഭംഗിയായിട്ട് ഇതിലും ഭംഗിയായിട്ട് നടക്കട്ടെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ നൽകുന്ന ഇത്തരത്തിലുള്ള പ്രോത്സാഹനം ഞങ്ങളെ കൂടുതൽ അഭിമാനം, അഹങ്കാരം ഉണ്ടാക്കുകയല്ല. ഞങ്ങൾ വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള വഴിയിൽ പ്ലാസ്റ്റിക് എന്ന് ഞങ്ങൾക്ക് പറക്കാൻ കഴിയണമെന്നല്ല.
പ്ലാസ്റ്റിക്കുകൾ പറക്കി ബോധവൽക്കരണ ആളുകൾ നടക്കുകയും എല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത് സർക്കാരിൻ്റെ മാത്രം ചുമതല എന്നുള്ളതല്ല. ഇത് എൻ്റെ നാട് നന്നാവുക, എൻ്റെ വഴിയിൽ ഒരു കുപ്പിച്ചിട്ട് കണ്ടാൽ മാറ്റുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുന്ന വഴി വിശുദ്ധമാവുക. എനിക്ക് മുന്നേ ഇനിയൊരു സ്നാപകൻ വരാനില്ല എന്ന് നമ്മൾ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ വരാനുണ്ട്, ആ വിശുദ്ധൻ്റെ വഴിയൊരുക്കുന്ന ആളാണ് ഞാൻ എന്ന് വിചാരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ സ്വയം സ്നാപക യോഹന്നാനായിട്ട് വരാൻ പോകുന്ന വിശുദ്ധന് വേണ്ടി വഴി വിശുദ്ധമാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയാണ്. അതല്ലെങ്കിൽ ഞാൻ തന്നെ വിശുദ്ധനാണ്, എനിക്ക് വേണ്ടിയിട്ട് ഇന്ന സ്നാപകം വരില്ല, അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വഴി വിശുദ്ധമാക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുക. എങ്ങനെ വിചാരിച്ചാലും നാട് നന്നാവുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതാണ് ഒരു സന്തോഷം വരുന്നത്. പ്ലാസ്റ്റിക് മാലിന്യമില്ലാതെ, അല്ലെങ്കിൽ വഴിയിൽ പ്ലാസ്റ്റിക് മാലിന്യമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അതുപോലെ മനോഹരമായൊരു വഴി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് പോലും നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, അത് ആളുകൾക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാം. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു വലിയ ജനങ്ങൾക്കുള്ളൊരു വലിയൊരു മെസ്സേജ് അടങ്ങിയ ഒരു കണ്ടന്റാണ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. വളരെ സന്തോഷമുണ്ട്. മറ്റെന്തെങ്കിലും നമ്മുടെ കാണികളോട് പറയാനുണ്ടെങ്കിൽ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിങ്ങനെ വിചാരിക്കുന്നത് സാമ്പത്തികം ഇല്ലാതെ ഒന്നിനും പൈസ ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് വെറുതെ ഇങ്ങനെ ഇറങ്ങി നടന്ന് കുറെ കുപ്പികൾ ശേഖരിച്ച് അവർക്ക് ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനുള്ള പൈസ കിട്ടും. തീർച്ചയായിട്ടും ഞാനത് ആലോചിക്കാറുണ്ട്. കാരണം ഇന്ത്യക്കാര് ഒന്നും കിട്ടാണ്ടല്ലോ ഇവരും നടക്കുന്നത്. പിന്നെ നമ്മുടെയൊക്കെ എന്താ പറയാ, മേലുള്ളവര് പഠിപ്പിച്ചേക്കണം ആ ജോലി ചെയ്യരുത്, ഈ ജോലി ചെയ്യരുത്. അത് ശരിക്കും ജോലിക്ക് നോക്കേണ്ടതല്ല, കാശ് കിട്ടും. ഏത് തൊഴിലിനും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് വിചാരിക്കും. കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, പ്ലാസ്റ്റിക് നീക്കം ചെയ്യും. രാവിലെ കുടിക്കാനുള്ള പൈസ എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വെറുതെ ഷെയർ ചെയ്തതാണ്. ഈ ഇന്ത്യക്കാർ പോയി കുപ്പി പറക്കി കൊണ്ടുപോകണ കണ്ടിട്ടില്ലടാ വലിയ ഇതില്. ഞാനതൊരു കണ്ടന്റ് ആയിട്ട് അവരും കൂടി ഇല്ലെങ്കിൽ ഭൂമിയിൽ കുപ്പി കിടന്ന് വെള്ളം ഇറങ്ങൂല. അദ്ദേഹം വിളിച്ചപ്പോൾ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും മറ്റുള്ളവർ വെറുതെ ഈ കുപ്പി പറക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണെന്ന് വിചാരിച്ച് റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ മതസംഘടനകളുടെ കുടുംബയോഗങ്ങളുണ്ട്, ഇവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ഒരു സംഘമായിട്ടൊന്ന് ഇറങ്ങി അങ്ങ് തീർക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ കണ്ടേക്കണ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ശരിയാവണമെന്നില്ല. ഒരു റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എല്ലാവരും ഒറ്റക്കെട്ടല്ലേ ഇപ്പൊ പഴയ പോലെ. അതുണ്ടായ തന്നെ ഈ പറഞ്ഞ അനധികൃത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒക്കെ ക്ലീൻ ആയിരിക്കും ആ ഏരിയ. മെയിൻ ഒരു സംഭവം ഇവർ ഒറ്റക്കെട്ടല്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരെ. ഇവിടെ ഇപ്പൊ വെള്ളം കയറുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. മൊത്തം ഈ പ്ലാസ്റ്റിക് വന്നടിഞ്ഞ് അവിടെ വെള്ളം ഒഴുകി പോകാൻ പറ്റാതെ എല്ലാ തോടുകളിലും അത് തന്നെ പ്ലാസ്റ്റിക്. എന്തായാലും നമുക്ക് നല്ലൊരു നാളെ അല്ലേ, അതിന് നമ്മളായിട്ടൊരു പ്രയത്നം നടത്തി, അത് വിജയം കണ്ടു. ചിലപ്പോ വെള്ളത്തിൽ കൂടെ ഒഴുകി പോയിട്ടേ പുഴയിൽ ചെന്നിട്ട് പുഴയെന്നും ഇത് ഈ കളർ കണ്ട് മറ്റേ മീനൊക്കെ ചിലപ്പോ. അതെ അതെ അതെ, ഒരുപാട് ജീവികൾ അങ്ങനെ മരിച്ചു പോകുന്നുണ്ട്. ശരിയാണ്, നമുക്ക് അവസാനം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, രണ്ടുപേരോടും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാൻ റിക്വസ്റ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. സന്തോഷം. കൂടുതൽ ആളുകൾ കാണട്ടെ, ആ സന്ദേശം എല്ലാവർക്കും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.